എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. കുരുക്ഷേത്ര യുദ്ധം പോലെ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധം അവസാനിച്ചു. 102 സീറ്റോടെ അഭൂതപൂർവമായ വിജയം UDF കരസ്ഥമാക്കി. എന്താണ് ഈ വിജയത്തിന് പിന്നിൽ നാം ചർച്ച ചെയ്യുന്നു. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ AP ഉസ്മാനിക്കയാണ്. അദ്ദേഹത്തെ പ്രത്യേകം ഇടുക്കി ജില്ലക്കാർക്ക് വേണ്ടി പരിചയപ്പെടുത്തേണ്ട ആവശ്യം പോലുമില്ല. അദ്ദേഹം KPCCയുടെ നിർവാഹക സമിതി അംഗമാണ്. ഒപ്പം തന്നെ എത്രയോ വർഷങ്ങളായി ഇടുക്കിയിലെ കോൺഗ്രസ് പ്രവർത്തകനാണ്. ഇപ്പോൾ അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. നമസ്കാരം സാർ. നമസ്കാരം സാറ് ഈ അവസരത്തിൽ വിളിച്ചതിന് പ്രത്യേക ഉദ്ദേശം കൂടിയുണ്ട്. കോൺഗ്രസ് അസാമാന്യമായ ഒരുപക്ഷെ അപ്രതീക്ഷിതമായ വിജയം കരസ്ഥമാക്കിയിരിക്കുന്ന UDF എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി സമയമാണല്ലോ ഇത്. ഒരു UDF പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഈ അഭിമാനകരമായ വിജയത്തെ എങ്ങനെ കാണുന്നു? ഇടുക്കിയിലെ ബഹുജനങ്ങളോടും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോടും പ്രത്യേകമായി നന്ദി പറയാനാണ് ഞാൻ ഈ അവസരം ആമുഖമായി ഉപയോഗിക്കുന്നത്. ഇടുക്കിയിലെ ജനതയുടെ ഒരു പകരം വീട്ടലാണിത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാർ ഇടുക്കിയിലെ ജനങ്ങളോട് കാണിച്ചുള്ള അനീതിക്കെതിരെയുള്ള ഒരു വൻപിച്ച പ്രതിഷേധ വോട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഇടുക്കി കേരളത്തിലാകമാനം ഒരു ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിരുദ്ധ വികാരവും ഗവൺമെൻറ് ജനദ്രോഹപരമായ പ്രവർത്തികൾക്കെതിരെയുള്ള ഒരു നിലപാടുകളും ഉണ്ടെങ്കിലും ഇടുക്കിയിലെ കർഷക ജനത ഇത്രയേറെ ദുരിതമനുഭവിച്ചൊരു കാലഘട്ടം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. അത്രയേറെ സങ്കീർണമായ പ്രശ്നങ്ങളാണ് ജില്ലയിലെ കർഷക സമൂഹം നേരിട്ടത് എന്ന കാര്യം ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഈ 10 വർഷത്തിനിടയ്ക്കുണ്ടായിട്ടുള്ള നിരവധി സംഭവങ്ങൾ, ഇടുക്കിയിലെ കർഷക ജനതയ്ക്കെതിരായി ഉണ്ടായിട്ടുള്ള ഒട്ടേറെ ഉത്തരവുകൾ, അതിനൊന്നും ശാശ്വതമായൊരു പരിഹാരം കാണാൻ LDF സർക്കാരിനെ കൊണ്ടോ ജില്ലയിലെ LDF നേതൃത്വത്തെ കൊണ്ടോ കഴിഞ്ഞില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങിത് പറയുമ്പോഴും കുറേ വർഷങ്ങളായി, കുറേ ടേമായി ഇടതുപക്ഷ മുന്നണിക്ക് വളരെയേറെ മേൽക്കൈ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളാണല്ലോ നമ്മുടെ ദേവികുളവും ഉടുമ്പൻചോലയും ഇടുക്കിയും ഒക്കെ. ഇടുക്കി പൂർണ്ണമായി നമുക്കങ്ങനെ പറഞ്ഞുകൂടാ. എന്നാൽ പോലും കഴിഞ്ഞ 5 വർഷം ഇടതുപക്ഷം ആയിരുന്നു അവരുടെ. അപ്പം ഇത് അങ്ങയുടെ ഒരു പ്രവർത്തന മേഖല കൂടുതലും അവിടവുമായിരുന്നല്ലോ. ഇടുക്കിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് ഇടുക്കിയിൽ ഇത്രയേറെ ഒരു ഭൂരിപക്ഷം? ഒരുപക്ഷെ ഒരു 10,000-ഓളം ഭൂരിപക്ഷമൊക്കെ ആയിരുന്നില്ലേ UDF പ്രതീക്ഷിച്ചിരുന്നത്? ഇടുക്കി അസംബ്ലി നിയോജകമണ്ഡലം എല്ലാ കാലഘട്ടങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണിയെ പിന്തുണച്ചിട്ടുള്ള നിയോജക മണ്ഡലമാണ്. റോഷി അഗസ്റ്റിൻ 4 വട്ടം MLA ആയത് ഇടുക്കിയിലെ ജനാധിപത്യ വിശ്വാസികൾ കനിഞ്ഞനുഗ്രഹിച്ചതുകൊണ്ടാണ്. 5-ാം വട്ടം പിണറായി ഗവൺമെൻറ്റിൽ അംഗമാകാനും മന്ത്രിയാകാനും അദ്ദേഹത്തിന് കഴിഞ്ഞത്. അതിനു മുമ്പ് നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഒരു പരിധിവരെ റോഷി MLA ആയിരുന്നു എന്നൊക്കെ കരുതിയാണ്. ഇടുക്കിയിലെ മെഡിക്കൽ കോളേജ്, ഇടുക്കി താലൂക്ക് അടക്കം എടുത്തു പറയാവുന്ന ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രി അടൂർ പ്രകാശിൻ്റെ സഹായത്തോടെ 50,000-ലധികം പട്ടയ വിതരണം അടക്കം ഇടുക്കിയിലെ കാലഘട്ടങ്ങളുണ്ട്. അത് കഴിഞ്ഞ് പെട്ടെന്നുണ്ടായൊരു മാറ്റവും UDF അണികളിലുണ്ടായുള്ള ആശയക്കുഴപ്പവും ഒക്കെയാണ് 5-ാം വട്ടം റോഷി അഗസ്റ്റിൻ ജയിക്കാനുണ്ടായ കാരണം. പക്ഷെ പിന്നീട് ഇടുക്കിയിലെ ജനങ്ങൾ ആ സത്യങ്ങളെ തിരിച്ചറിഞ്ഞു. ഒരു മന്ത്രിയായിരിക്കുമ്പോഴും ജനങ്ങളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്? എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏത് ഭരണാധികാരിക്കും ഏത് ജനപ്രതിനിധിക്കും അയാളുടെ പൊതുജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സിഗ്നേച്ചർ, ഒരു കയ്യൊപ്പ് അത് നാട്ടിലുണ്ടാകും. ആ കയ്യൊപ്പ് ഇടുക്കിയിൽ ഉണ്ടാക്കാൻ റോഷിക്ക് കഴിഞ്ഞില്ല. മാത്രവുമല്ല, അങ്ങനെ ഉണ്ടാക്കാൻ CPM-ൻ്റെയും LDF-ൻ്റെയും ജില്ലാ നേതൃത്വവും അനുഭവിച്ചിട്ടില്ല. MLA ആയിരുന്ന റോഷി അഗസ്റ്റിനിൽ നിന്നും മന്ത്രിയായിരുന്ന റോഷി അഗസ്റ്റിലേക്കുള്ള ദൂരം വളരെ കൂടുതലായിരുന്നു. ജനങ്ങൾക്ക് അപ്രാപ്യമാണ് എന്നുള്ള ചർച്ച വ്യാപകമായിട്ടുണ്ടായിരുന്നു.
ഒരു ഒരു വലിയ വിരുദ്ധ വികാരം ഇടുക്കിയിൽ രൂപപ്പെട്ടിരുന്നു. അത് LDF-ന് പോലും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ഈ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന റോയ് കെ പൗലോസ് കുറേ കാലങ്ങളായി കോൺഗ്രസിൻ്റെ പ്രവർത്തനം KPCC-യിലായി വൈസ് പ്രസിഡൻ്റൊക്കെ ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഒപ്പം തന്നെ അദ്ദേഹം ആദ്യം ഒരു കരിമണ്ണൂർ പോലുള്ള ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു ആദ്യകാലങ്ങളിൽ. അതിനുശേഷം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്, അല്ലേ? കരിമണ്ണൂർ പഞ്ചായത്ത് പ്രസിഡൻ്റല്ല, തൊഴിലുറപ്പ് നിയോജകമണ്ഡലത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിലൊന്നായ ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ അംഗമായിരുന്നു, പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, ഉടുമ്പന്നൂരായിരുന്നു, ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. സർവോപരി കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ജില്ലാ പ്രസിഡന്റ്, കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, DCC സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, അങ്ങനെ ഒട്ടേറെ പദവികൾ വഹിച്ച് ജില്ലയിലെ പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന ആളാണ് റോയ് കെ പൗലോസ്. ചുമ്മാ കോൺഗ്രസ് നേതൃത്വം റോയ് കെ പൗലോസിന് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയ്ക്ക് സീറ്റ് കൊടുത്തതല്ല. അത്രയേറെ പരിണതപ്രജ്ഞനായ, അനുഭവജ്ഞാനവും അനുഭവ പാരമ്പര്യമുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയും കൂടിയായിരുന്നു. അതെ, തീർച്ചയായിട്ടും. അദ്ദേഹം മത്സരിക്കാൻ എത്തുമ്പോൾ ഈ സാമുദായിക സമവാക്യങ്ങളൊക്കെ പറഞ്ഞ് വരട്ടാനും അല്ലെങ്കിൽ അങ്ങനെ ചില അകൽച്ചകൾ സൃഷ്ടിക്കാനൊക്കെ വളരെ ബോധപൂർവമായ ചില ശ്രമങ്ങൾ ചില ഭാഗത്തു നിന്നുണ്ടായതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? അങ്ങനെ ചില അപൂർവ ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ കത്തോലിക്ക സഭയെ ഒന്നും ബാധിക്കത്തില്ല. കത്തോലിക്ക സഭയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആഴത്തിൽ പഠിക്കാത്തതുകൊണ്ടാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെ. ഇടുക്കിയിലെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിനാണെങ്കിലും ഏതാണ്ട് 10-70ഓളം വാർഡുകളിൽ പ്രതിനിധീകരിക്കുന്ന പല സ്ഥലങ്ങളായി ഞാൻ മത്സരിച്ചിട്ടുണ്ട്. ഞാൻ ഇസ്ലാം മതവിശ്വാസിയാണ്. കമ്മ്യൂണിറ്റി എന്ന നിലയിൽ പറഞ്ഞാൽ എനിക്കെതിരെ മത്സരിച്ചിട്ടുള്ള ഒരു വട്ടം ഒഴിച്ചു ബാക്കി എല്ലാ വട്ടവും കത്തോലിക്ക മതവിശ്വാസികളായിട്ടുള്ള ആളല്ല. പക്ഷെ 100% എന്നോടൊപ്പം നിന്നിട്ടുണ്ടെന്ന കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. ഇവിടെ അപ്പോൾ ഇടുക്കിയിലെ അവർക്കാകെ അവരെ വേദനിപ്പിക്കുന്ന കാര്യം ഇടുക്കിയിലെ കർഷക ജനതയ്ക്കെതിരെ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ അവർ ജാഗരൂകരായിരിക്കും. ആ നിലപാടുകൾ അവർക്ക് കർഷക ജനതയ്ക്കെതിരെ ഉണ്ടാകുന്ന നടപടികൾക്കെതിരെ അവർ കാലാകാലങ്ങളിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രതികരിച്ചിട്ടുള്ള ഘട്ടങ്ങളിലൊക്കെ UDF-ൻ്റെ പക്ഷേ എപ്പോഴെങ്കിലും കാലിടറിയിട്ടുണ്ടാകാമെന്നുള്ള ഒഴിച്ചാൽ ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പവും ഇടുക്കി ജില്ലയിലെ കർഷക ജനതയോടൊപ്പവും കത്തോലിക്ക സഭ നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവിടെ LDF-കാർ ജാതി സമവാക്യവും ഒന്നും പറഞ്ഞുകൊണ്ട് വന്നാലും ഇടുക്കിയിലെ ജനതയുടെ മുമ്പിൽ അതേ കയറണം. അങ്ങയുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് അങ്ങ് ഇത് പറയുന്നു. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഈ തവണത്തെ എല്ലാ തവണത്തെയും തന്നെ നമുക്ക്, പ്രത്യേകിച്ച് ഈ തവണത്തെ നമുക്ക് ഏറ്റവും അടുത്തുള്ള അനുഭവമാണല്ലോ ഏറ്റവും വലുത്. പഞ്ചായത്ത് ഇലക്ഷൻ എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ തന്നെ ഈ തവണത്തെ റിസൾട്ട് ഫലമെടുത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എടുത്ത് പരിശോധിച്ചാൽ ഒരു മതേതര ജനാധിപത്യ സ്വഭാവം, നമ്മുടെ ഭരണഘടന വളരെ ശക്തമായി വിഭാവനം ചെയ്ത ആ മതേതര അല്ലെങ്കിൽ മതനിരപേക്ഷ സ്വഭാവം എല്ലാ മണ്ഡലങ്ങളിലും കാണാൻ അങ്ങ് കഴിഞ്ഞിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ട കാര്യം, കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി നേതാവ്, പ്രതിപക്ഷ നേതാവ് അടിവരയിട്ട് സമുദായ നേതാക്കന്മാരുടെ അപ്രമാദിത്വത്തിനെതിരെ സംസാരിക്കാനും ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വോട്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ട എന്ന് തുറന്നു പറയുവാനും കാണിച്ച ആർജവം, അതോടൊപ്പം തന്നെ LDF കടുത്ത ജാതി സമവാക്യങ്ങളെ ചേർത്ത് പിടിക്കാൻ കാണിച്ച വലിയ ശ്രമവും കേരളീയ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങേക്കറിയാലോ, ഇപ്പോൾ ഈ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ഈ അടിമാലി ഡിവിഷനിൽ നിന്ന് മത്സരിച്ച രണ്ട് സമുദായത്തിൽ നിന്നുള്ള ആളുകളായിരുന്നു. ഞാൻ അതൊന്നും പറയുന്നില്ല പ്രത്യേകിച്ച്, അതൊക്കെ ആളുകൾ ഊഹിക്കട്ടെ. അപ്പോൾ ജില്ലയിലെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തി എൻ്റെ കയ്യിൽ പിടിച്ച് എന്നോട് മറ്റൊരിടത്ത് വെച്ച് പറഞ്ഞത്, ഇവിടെ ഒരുപക്ഷെ ഇവിടുത്തെ UDF-ൻ്റെ കാൻഡിഡേറ്റ് തോറ്റുപോകാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞത് മറുകക്ഷിയുടെ സമുദായമായിരുന്നു. ഞാൻ അന്നേരെ അതിനെ എതിർത്തിരുന്ന, ഒരു കാരണവശാലും സംഭവിക്കുന്ന പ്രശ്നമല്ല എന്ന്. റിസൾട്ട് വന്നപ്പോൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും ഇല്ലേ? എത്രയോ വലിയ വിജയമാണ് ആ UDF സ്ഥാനാർത്ഥി നേടിയത്. ഇവിടെ സാമുദായികമായ ഒരു ചേരിതിരിവോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ജനങ്ങൾക്കിടയിൽ ഇല്ലാത്തത് ആരാണ് ഇങ്ങനെ ബോധപൂർവം സൃഷ്ടിക്കുന്നത്? ഞാൻ ഇതേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഈ ഘട്ടത്തിൽ തന്നെയാണ് ഞാനും മത്സരിച്ചത്. ഞാൻ മത്സരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ 13,000-ഓളം വോട്ടുകളാണുള്ളത്.
ആ 13,000-ഓളം വോട്ടുകളിൽ വാദത്തിന് വേണ്ടി ഇസ്ലാം മതവിശ്വാസികൾ എന്ന് പറയാവുന്ന 3 ആളുകളാണ്, 3 സമ്മതിദായകരാണ്. ആ 3 സമ്മതിദായകരിൽ 2 പേർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു CPM-ൻ്റെ ആളുകളാണ്, ഒരാൾ മാത്രമാണല്ലാത്തത്. ആ സ്ഥലത്താണ് ഞാൻ 1000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോട് വിജയിച്ചത്. ഇത് എപ്പോഴും ജാതി സമവാക്യങ്ങൾ പറയുന്നതും ജാതിയുടെ പേരിൽ ആളുകളെ മാറ്റി നിർത്തുന്നതും ചില ഗൂഢലക്ഷ്യങ്ങളുള്ള തെരഞ്ഞെടുപ്പ് രംഗത്ത് ചില ആളുകളുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന 5-50 ആളുകളാണെന്നുള്ള പക്ഷം എനിക്ക്. തീർച്ചയായിട്ടും വളരെ വളരെ ന്യൂനപക്ഷം, വളരെ ചെറിയ ആളുകൾ മാത്രമേ ഈ വർഗീയ ശക്തികളുടെ പേര് പറഞ്ഞ അത് ഒരുതരം ചിത്തരോഗാണുക്കൾ ബാധിച്ച ആളുകളാണ്. അല്ലാത്തതിനൊക്കെ ഈ മതമനുഷ്യനപ്പുറത്ത് മനുഷ്യനെ മതം എന്ന് പറയുന്നത് മറ്റൊരു അഭിപ്രായമാണെന്നും അത് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവൻ്റെ ആത്മീയതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്ന് കേവല മാത്രമാണെന്ന് ചിന്തിക്കാനുള്ള ഒരുപക്ഷെ അതിനുള്ള ബുദ്ധിയാണ്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വരിക. നമ്മൾ റോയ്ക പൗലോസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അങ്ങോട്ട് പോയത്. ഏതായാലും റോയ്ക പൗലോസിൻ്റെ വിജയം ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചരിത്രമായി മാറിയില്ലേ? ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം റോയ്ക പൗലോസിൻ്റെ വിജയം ചരിത്രമായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്നു, വരുന്ന 5 വർഷക്കാലം ഇടുക്കിയിലെ ചരിത്ര ഗതിവിഗതികൾ മാറ്റിമറിക്കുന്ന ലക്ഷ്യബോധത്തോടു കൂടിയിട്ടുള്ള ഉത്തരവാദിത്വപൂർവമായ പെരുമാറ്റവും ആ നിയമസഭാ സാമാജികയിൽ നിന്നുണ്ടാകും എന്ന കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പൂർണ്ണ വിശ്വാസം. നേരത്തെ KK തോമസിന് ശേഷം പീരുമേട് പലകുറി ഇപ്പോൾ ഈ അങ്ങനെ ആവർത്തിച്ചുള്ള ഇടതുപക്ഷ വിജയങ്ങളായിരുന്നു. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്കാണ് ആ സീറ്റ് LDF നൽകിയിരുന്നത്. എന്നിട്ടും അവരുടെ വിജയം ഉറപ്പാക്കാൻ ബിജിമോളിലൂടെയും വാഴൂർ സോമനിലൂടെയൊക്കെ അവർക്ക് കഴിഞ്ഞിരുന്നു. പലവട്ടമായി കഴിഞ്ഞ 2 തവണ, ഇപ്പം 3-ാം വട്ടമാണ് ശ്രീജിത്ത് തോമസ് അവിടെ മത്സരിച്ച് ഇപ്പോൾ 26,000-ലധികം വോട്ടിനാണ് വിജയിച്ചത്. അത് ഒരുപക്ഷെ ചരിത്രപരമായ ഒരു വിജയമാണല്ലേ? ഒരു സംശയം വേണ്ട. ചരിത്രപരമായ വിജയം എന്ന് പറഞ്ഞാൽ പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളുടെ ജീവൻ്റെ ഭാഗമായിരുന്നു KK തോമസ്. KK തോമസ് എന്ന് പറഞ്ഞ ജയിച്ചിട്ടുള്ള ഒരു തൊഴിലാളി പ്രവർത്തകൻ എന്ന നിലയിൽ തന്നെയാണ്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ, ആ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് മറ്റ് പല കാരണങ്ങളുമുണ്ട്. പക്ഷെ ഇന്ന് ജനം അതൊന്നുമല്ല കാണുന്നത്. ജനത്തിൻ്റെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, ഞങ്ങളുടെ ജീവിതം തകർക്കുന്നത് ആരാണ്, ജനിച്ച മണ്ണിൽ ഞങ്ങളെ കിടക്കാൻ അനുവദിക്കാത്തത് ആരാണ്, വനപാലകരുടെയും വന്യമൃഗങ്ങളുടെയും വേട്ടയ്ക്ക് ഞങ്ങൾ ഇട്ടുകൊടുക്കുന്നത് ആരാണ്, തോട്ടം തൊഴിലാളിയായി ജനിച്ച് തോട്ടം തൊഴിലാളിയുടെ കുടുംബത്തിൽ വളർന്ന് വീണ്ടും തോട്ടം തൊഴിലാളിയായി ജനിച്ചു മാറിയ പീരുമേട്ടിലെ തോട്ടം തൊഴിലാളി സമൂഹത്തിന് ഇത്രയേറെ ഹാനികരമായ കാലഘട്ടം അവരുടെ ജീവിതത്തിലുണ്ടായിട്ടില്ല. കയറിക്കിടക്കുന്ന ലയങ്ങൾ പോലും ചാണകത്തൊഴുത്തിന് സമാനമാണ്. അവർ പിന്നെ ആർക്കോട്ട് ചെയ്യും? അവിടെ മുമ്പിൽ ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, ഐക്യജനാധിപത്യത്തിന് വേണ്ടി വോട്ട് ചെയ്യുക, ഐക്യജനാധിപത്യത്തിന് വേണ്ടി വിജയിപ്പിക്കുക. അതിന് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി സ്ത്രീയൊക്കെ സ്ഥാനാർത്ഥിയാകുമോ എന്ന കാര്യമൊക്കെ പലവട്ടമൊക്കെ ആളുകളുടെ ഇടയിൽ സംശയിച്ചു. പക്ഷെ ഐക്യജനാധിപത്യത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത് പീരുമേട് നിയോജകമണ്ഡലത്തിൽ ഏറ്റവും വലിയ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ആണ് എന്ന് കണ്ടെത്തി. ആ കണ്ടെത്തൽ പൂർണ്ണമായും ശരിയായിരുന്നു. ഈ സിറിയക്കിന്റെ പിതാവ് KK തോമസ് അങ്ങനെ നേരിട്ട് പരിചയമുള്ള ആളാണല്ലോ. അദ്ദേഹം മത്സരിച്ചപ്പോൾ പോലും 9,000-ൽ ചില്ലുവാനം വരെ വോട്ടാണ് ഉയർന്ന ഭൂരിപക്ഷം അവിടുത്തെ. അതിനെയൊക്കെ ഏതാണ്ട് 3 ഇരട്ടിയിലധികത്തിലേക്ക് മറികടന്നുകൊണ്ടാണ് ഈ സിറിയക് തോമസിൻ്റെ വിജയം. അപ്പോൾ അങ്ങ് പറഞ്ഞ ഈ നിർമ്മാണ നിരോധനം, അല്ല എങ്കിൽ ഇടുക്കി ജില്ലയിലെ പട്ടയ പ്രശ്നം, ഇടുക്കി ജില്ലയിലെ വന്യജീവി സംഘർഷങ്ങൾ, ഇതെല്ലാം ആണ് അതിനേക്കാൾ ഉപരി കേരളം ആകപ്പാടെ നേരിട്ട ചില പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ ആ വിജയം അദ്ദേഹത്തിന് സമ്മാനിച്ചു എന്നാണോ കണക്കാക്കുന്നത്? 100% സമ്മാനിച്ചു. ഇപ്പം ഇടുക്കി ജില്ലയിൽ തന്നെ അറിയാലോ, എത്രയോ വട്ടം ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് പറഞ്ഞ ഓരോ ഉത്തരവുകൾ, 10-32 ഉത്തരവുകളാണ് LDF ഇറക്കിയത്. ഞാൻ ചോദിക്കട്ടെ, ഒരു സാധാരണക്കാരൻ സ്വന്തമായി പഞ്ചായത്തിന് പെർമിറ്റ് എടുത്ത് അനുമതി വാങ്ങി വീട് നിർമ്മിച്ച് ആ വീട് നിർമ്മിച്ചതിന് ഇനിയും ഒരു ക്ലാസിഫിക്കേഷനും ക്രമവൽക്കരണവും വേണം എന്ന് തീരുമാനിക്കുന്ന ഭരണകൂടത്തിന് വോട്ട് ചെയ്യാൻ ആളുകൾ തയ്യാറായാൽ വോട്ട് ചെയ്യുന്നവന്മാരുടെ സ്ഥിതി എന്താ നമ്മൾ അവിടെ ആലോചിക്കുന്നത്? അത് ഇടുക്കിയിൽ മാത്രം.
ഇപ്പം ഈ തൊടുപുഴ, ഇടുക്കി ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന പീരുമേടുണ്ടല്ലോ, ഈ 3 മണ്ഡലങ്ങളിൽ ഒരു പഞ്ചായത്തിൽ പോലും LDF മുന്നിൽ പോയില്ല. പോകത്തില്ല. അതായത് ഒരു പഞ്ചായത്ത് 52 പഞ്ചായത്തുള്ള നമ്മുടെ ജില്ലയിൽ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ 3 മണ്ഡലങ്ങളുണ്ടല്ലോ, ഈ 3 മണ്ഡലങ്ങളിൽ ഒരു പഞ്ചായത്തിൽ പോലും മുന്നിൽ പോയില്ല. ഒരു പഞ്ചായത്തിൽ പോയില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷ മുന്നണിയുടെ പ്രബലരായ നേതാക്കന്മാർ താമസിക്കുന്ന എല്ലാ പഞ്ചായത്ത് വാർഡിലും ബൂത്തിലും ഐക്യജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് നല്ല ഭൂരിപക്ഷം കിട്ടി. അങ്ങനെ പ്രത്യേകത കൂടിയുണ്ട്. അതും കൂടിയുണ്ട്. ഉടുമ്പൻചോലയിലേക്ക് വന്നാൽ ഉടുമ്പൻചോല പഞ്ചായത്തിൽ മാത്രമാണ് LDF മുന്നിൽ പോയത്. ബാക്കി എല്ലാ പഞ്ചായത്തിലും ഉദ്ദേശിക്കുന്ന ഈ രാജകുമാരി, പൂപ്പാറ പോലുള്ള പഞ്ചായത്തുകളിൽ പോലും UDF മുന്നിൽ വന്നു. എന്തൊരു അത്ഭുതകരമായ മാറ്റമാണത്. അത് ജനങ്ങളുടെ വലിയ മാറ്റങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, മുമ്പന്നത്തെക്കാളേറെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളുടെ സജീവ സാന്നിധ്യം, നാട്ടിലുണ്ടാകുന്ന എല്ലാ അനുദിന സംഭവകാശങ്ങളും അപ്പപ്പോൾ ആളുകൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ആളുകൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ഒരു ജനതയായി നമ്മുടെ നാട്ടിലെ ആളുകൾ മാറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഈ ഉടുമ്പൻചോല മണ്ഡലം മണിയാശാൻ കഴിഞ്ഞ 2 തവണയായി 5-10 വർഷം MLA ആയിരുന്നു. ആ മണ്ഡലത്തിലെ റോഡുകൾക്കൊക്കെ അനിതര സാധാരണമായ വികസനം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയാനാവില്ല. ആയുർവേദ ആശുപത്രിയുടെ വരവ്, പൂപ്പാറ ഗവൺമെൻറ് കോളേജിൻ്റെ വരവ്, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു. എന്തുകൊണ്ടായിരിക്കും അത് വോട്ടായി മാറാതിരുന്നത്? 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു റോഡ് വന്നിട്ടുള്ളതിനെ ആളുകൾ പ്രത്യേകമായി അഭിനന്ദിച്ചിട്ടുണ്ട്, അനുമോദിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ്, ഇതിനൊക്കെ വലിയ ഡിലേ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അത്രയും വലിയ ഇതുണ്ടായിട്ട് മണിയാശാന് 2ാം വട്ടം ആൾ ഭൂരിപക്ഷം കൊടുത്തെന്നാണല്ലോ പറയുന്നത്. നല്ല ഭൂരിപക്ഷം കൊടുത്തു ഇല്ലേ? അപ്പോൾ അത് കഴിഞ്ഞുള്ള 5 വർഷം അവർ ഉടുമ്പൻചോല ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കി, സ്ഥാനാർത്ഥിയെ നോക്കി. 3ാമത്തെ കാര്യം, നമ്മുടെ പുതിയ വോട്ടർ പട്ടിക പരിഷ്കരണം. തമിഴ്നാട്ടിലും ഇവിടെയും വോട്ടുണ്ടായാൽ അത് നിയമ നടപടിക്ക് കാരണമായി മാറും എന്നുള്ള വ്യാപകമായ പ്രചരണം. അങ്ങ് പറഞ്ഞ മാത്രമല്ല, ഇരട്ട വോട്ട് ഒരു വലിയ പ്രശ്നമാണ്. എത്രയോ വട്ടം സേനാപതി വേണു അടക്കമുള്ള ആളുകൾ, അവിടുത്തെ ഐക്യജനാധിപത്യ മുന്നണി നേതാക്കന്മാർ നിരന്തരമായ ഇടപെടലുകൾ, നിയമ നടപടികൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോയിട്ടുണ്ട്. ആ മുമ്പോട്ട് പോയിട്ടുള്ള ഘട്ടങ്ങളിലൊക്കെ വേണ്ടത്ര ഒരു നേട്ടങ്ങൾ അതിലൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ SIRൻ്റെ കാര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയും ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വവും കണ്ണിൽ എണ്ണയൊഴിച്ചതുപോലെ ചിട്ടയായ പ്രവർത്തനം, KPCC നിർദ്ദേശാനുസരണം ഓരോ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലേക്കും KPCC തലത്തിലുള്ള വലിയ നേതാക്കന്മാരെ ചുമതലപ്പെടുത്തി പഞ്ചായത്ത് തോറും ബൂത്ത് തോറും നടത്തിയ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം, ആ പ്രവർത്തനം ഇത്തവണ UDFന് വലിയ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഇബ്രാഹിം കുട്ടിക്കല്ലാർ അവിടെ മത്സരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ യാസി മത്സരിച്ച് തോറ്റിട്ടുണ്ട്. അങ്ങനെ പലരും നമ്മുടെ പ്രഗത്ഭരായ ആളുകൾ, ജില്ലയിലെ ഏറ്റവും പ്രശസ്തരും പ്രഗത്ഭരുമായ ആളുകൾ, ഒരു കാലത്ത് മാത്യു സ്റ്റീഫനൊക്കെ ആയിരുന്നു, ആ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. ഒരുപക്ഷെ സത്യത്തിൽ ഈ ഉടുമ്പൻചോല ഒരു UDF മണ്ഡലമായിരുന്നു. വളരെ വർഷങ്ങളായിട്ട് അത് LDFിലേക്ക് പോയതാണ്. നമ്മൾ ഈ കുറി സേനാപതി വേണു, അദ്ദേഹം ഒരു വട്ടം മത്സരിച്ച് തോറ്റതാണല്ലോ. ഈ കുറി സേനാപതി വേണുവിന് നറുക്ക് വീഴുമ്പോൾ അദ്ദേഹം ഈ മണ്ഡലത്തിലെ ഫിറ്റ് കാൻഡിഡേറ്റ് ആണ് എന്ന് UDFന് തോന്നിയിരുന്നോ, അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക്? അതിനെ സംബന്ധിച്ചുള്ള കാര്യം പറയാം. അതൊക്കെ KPCC AICC നേതൃത്വം സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയിരുന്നു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് നിരീക്ഷണം നടത്താനും ഏത് നിയോജകമണ്ഡലത്തിൽ ഏറ്റവും ഫിറ്റായിട്ടുള്ള സ്ഥാനാർത്ഥി ആരാണ് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ജില്ലയിലെ ഇടുക്കിയും തൊടുപുഴയും ഒഴിച്ചുള്ള ബാക്കി 3 അസംബ്ലി നിയോജക മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിപ്പിക്കാൻ ഐക്യജനാധിപത്യത്തിലേക്ക് ഏറ്റവും പ്രയോജനമുണ്ടാക്കാൻ കഴിയുന്ന, നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി ആരോ എന്ന് പ്രത്യേകമായ പരിശോധന നടത്തിയാണ് പാർട്ടി നേതൃത്വം കണ്ടെത്തിയത്. മറ്റ് താല്പര്യങ്ങളൊന്നും അതിന് മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അത്ര ചിട്ടയായിട്ടുള്ള, സിസ്റ്റമാറ്റിക്കായിട്ടുള്ള KPCCയുടെ UDF നേതൃത്വത്തിൻ്റെ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മേൽനോട്ടം ഉൾപ്പെടെ ജില്ലയിലെ DCCയുടെയും UDF നേതൃത്വത്തിൻ്റെയും അടക്കമുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിട്ടുണ്ട്. അത് പൂർണ്ണ വിജയമായിരുന്നു എന്നാണ് റിസൾട്ട് സൂചിപ്പിക്കുന്നത്. പൂർണ്ണ വിജയമായിരുന്നു. UDFനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികളാകാൻ യോഗ്യരായിട്ടുള്ള ഒട്ടേറെ ആളുകളുണ്ട്. എല്ലാവർക്കും തെരഞ്ഞെടുപ്പ് സീറ്റ് കിട്ടണമെന്നില്ല.
എല്ലാവരും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി അവസരം കൊടുക്കണമെന്നില്ല. കാരണം അത് ഇപ്പം ജില്ലയിൽ മത്സരിച്ച UDFൻ്റേതായിട്ടുള്ള 5 പേർക്കേ മത്സരിക്കാൻ കഴിയത്തുള്ളൂ. വേറെ ആരും യോഗ്യരില്ലെന്നുള്ള പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവരെ തിരഞ്ഞെടുക്കുന്നതിൽ പാർട്ടി കാണിച്ചിട്ടുള്ള കൃത്യമായ നടപടികൾ, ദീർഘവീക്ഷണത്തോടുള്ള നടപടികൾ, ആ നടപടികളെയും ഇടുക്കിയിലെ ജനം 2 കൈ നീട്ടി സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവാണ്. പ്രഗത്ഭരായ കോൺഗ്രസ് നേതാക്കൾ 3 പേര്, അതിൽ 2 പേരാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്നത്. ശ്രീ തോമസിനെയും ഈ F രാജയെയും നമുക്ക് മാറ്റി നിർത്താം. F രാജയിലേക്ക് ഞാൻ വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടി അങ്ങോട്ട് ചോദിച്ചിട്ട് ദേവികുളത്തേക്ക് വരാമെന്നാണ്. റോയ്ക്ക പൗലോസിനെയും സേനാപതി വേണുവിനെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ 2 പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മുടെ അല്ലെങ്കിൽ ഇപ്പോൾ UDF ഗവൺമെൻറ് അധികാരത്തിലേക്ക് എത്തുമ്പോൾ മന്ത്രി പദത്തിന് ചാൻസ് ഉണ്ടോ? അതൊരു പ്രത്യേകമായിട്ട് ചോദ്യമാണ്. DCC നേതൃത്വം ജില്ലയ്ക്കൊരു മന്ത്രിപദം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീരുമാനമെടുക്കേണ്ടത് കേരളത്തെ കോൺഗ്രസ് നേതൃത്വമാണ്. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ദേവികുളത്തിലേക്ക് തിരിച്ചു വരാം. അങ്ങേക്കറിയാമല്ലോ, 6 പഞ്ചായത്തുകളിലാണ്, മൊത്തം 7 പഞ്ചായത്തുകളെ ഇടുക്കിയിൽ LDF ലീഡ് ചെയ്തിട്ടുള്ളൂ. അതിലൊന്ന് ഉടുമ്പൻചോലയാണ്. ബാക്കി 6 പഞ്ചായത്തുകളിൽ LDF ലീഡ് ചെയ്ത ഏക മണ്ഡലമാണ് ദേവികുളം. 5000 ചില്ലാന വോട്ട് മാത്രമേ ഭൂരിപക്ഷമായി പറയാനുള്ളൂ. മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കോൺഗ്രസ് വോട്ടുകൾ വേണ്ടത്ര കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വീണു, സ്ഥാനാർത്ഥിക്ക് അതായത് F രാജയ്ക്ക് വീണു എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? 2 വിധത്തിലാണ്. പലപ്പോഴും ദേവികുളം നിയോജകമണ്ഡലത്തിൽ ഒന്നുകിൽ കാർഷിക മേഖല UDFന് അനുകൂലമാകുമ്പോൾ തോട്ടം മേഖല LDFന് അനുകൂലമാകും, തോട്ടം മേഖല UDFന് അനുകൂലമാകുമ്പോൾ കാർഷിക അങ്ങനെ കയറി ഇറങ്ങി ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് സിസ്റ്റമാണ് പലപ്പോഴും ദേവികുളം നിയോജകത്തിലുണ്ടായിട്ടുള്ളത്. F രാജയെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി നിയോഗിക്കുമ്പോൾ നമ്മളൊരു വോട്ട് പുള്ളി ചെയ്യാൻ ആളുകളുടെ ലൈവായി നിൽക്കാനും കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നോക്കിയാണ്. തെരഞ്ഞെടുപ്പ് വർക്കുകളാണ് ദേവികുളത്തെ ചില പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രവർത്തനങ്ങളിലെ കുറവോ അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥിയുടെ മെറിറ്റോ ഒന്നുമാണ് അടിസ്ഥാനപരമായ കാരണമെന്ന് ഞാൻ കരുതുന്നില്ല. തമിഴ് ജനവിഭാഗങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ചില വോട്ടിംഗ് പാറ്റേൺ, ആ വോട്ടിംഗ് പാറ്റേണാണ് ഇക്കാര്യത്തിൽ നമ്മുടെ മേഖലയിൽ. S രാജേന്ദ്രൻ മുൻ MLA യുടെ സാന്നിധ്യം, അദ്ദേഹം ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയാണെന്ന് അങ്ങനെക്കറിയാലോ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അനായാസം വിജയിപ്പിക്കുമെന്ന് കരുതിയോ UDFകാർ? അങ്ങനെയൊക്കെ ചർച്ച ഉണ്ടായെങ്കിലും അങ്ങനെയൊന്നും പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കുന്ന. കാരണം സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വരുമ്പോൾ അത് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നാലും LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നാലും UDF സ്ഥാനാർത്ഥിയായിട്ടൊക്കെ വന്നാലും മറ്റ് മുന്നണികളിലെയും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആളുകളിൽ അനുഭാവികളായിട്ടുള്ള ആളുകളുടെ നിന്നും വോട്ട് ക്യാൻവാസ് ചെയ്ത് പിടിക്കാനുള്ള ഒരു തന്ത്രം ചില സ്ഥാനാർത്ഥികൾക്കുണ്ടാകാറുണ്ട്. അതിൽ ചില ആളുകൾ വിജയിക്കും, ചില ആളുകൾ മെച്ചപ്പെട്ടു വരാറില്ല. രാജേന്ദ്രൻ വന്നപ്പോൾ BJP സ്ഥാനാർത്ഥിയായി നിന്നാൽ CPMൻ്റെ വോട്ടുകൾ ഒരുപാട് രാജേന്ദ്രൻ പിടിക്കും എന്നൊക്കെ അങ്ങ് പൂർണ്ണമായി കരുതേണ്ട കാര്യമൊന്നുമില്ല. CPMനകത്തും CPMൽ നിന്ന് മാറി രാജേന്ദ്രൻ നിന്നുകൊണ്ടും വലിയ എതിർപ്പ് രാജേന്ദ്രൻ ഉണ്ടായി. പക്ഷെ 15,000 വോട്ടുകൾ അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. ഈ കേവലം 5,000 വോട്ടുണ്ടായിരുന്ന BJP 15,000 വോട്ടിലേക്ക് വളർന്നപ്പോൾ സത്യത്തിൽ അത് F രാജയുടെ വിജയത്തിന് കാരണമായില്ലേ? അതും രാജേന്ദ്രൻ പിടിച്ച വോട്ടുകൾ LDFൽ നിന്ന് പിടിച്ചു മാറ്റിയിട്ടുള്ള വോട്ടുകൾ ഒരു പരിധി വരെ UDFന് അനുകൂലമായി മാറിയിട്ടുണ്ടാകും. അതിനകത്തൊന്നും സംശയമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗത്ത് അത് മാത്രമല്ല കാരണം. ദേവികുളം നിയോജകമണ്ഡലത്തിൽ പ്രത്യേകിച്ച് കാർഷിക മേഖലയിലും അല്ലാത്ത മാറ്റങ്ങളുണ്ടായി. ഉടുമ്പൻചോല MLA ആയി മന്ത്രിയായി ദീർഘകാലം ഇരുന്ന MM മണിയുടെ ബൂത്തിൽ പോലും UDF ലീഡ് ചെയ്തു. ആ ബൂത്തിൽ പോലും UDF ലീഡ് ചെയ്തപ്പോൾ ജില്ലയിലെ കർഷക ജനത അപ്പോഴും UDFനോടൊപ്പം നിന്നു എന്നതിന് തെളിവ്. അടിമാലി പഞ്ചായത്തിൽ 3000-ലധികം വോട്ടാണ് ഭൂരിപക്ഷം. വെള്ളത്തുവൽ പഞ്ചായത്തിൽ 2000-ലധികം വോട്ടാണ് ഭൂരിപക്ഷം. എന്നാൽ പള്ളിവാസൽ, ബൈസൺവാലി പോലുള്ള പഞ്ചായത്ത്, മാങ്കുളം പോലുള്ള പഞ്ചായത്തിൽ 500-ൽ താഴെയാണ് ഭൂരിപക്ഷം. നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ കാർഷിക മേഖല കാർഷിക മേഖലയാണ്. മാങ്കുളത്തേക്ക് ഒരുപാട് ഏതാണ്ട് 10-ലധികം സീറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ്. അതുപോലെ മാങ്കുളമൊന്നും ഒരുപാട് വോട്ടർമാർ, നമ്മുടെ ധാരാളം വോട്ടർമാർ ഇവിടുന്ന് പോയി.
മാങ്കുളത്തെ ജനസംഖ്യയൊക്കെ വല്ലാതെ കുറഞ്ഞു. വന്യമൃഗങ്ങളുടെ ശല്യവും കർഷക ജനതയ്ക്ക് എതിരുണ്ടായിക്കൊണ്ട് നിരന്തരമായ ഉത്തരവുകളും ഇടുക്കിയിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ പോലും കഴിയില്ല എന്ന് കരുതി എത്രയോ ആളുകളാണ് മാങ്കുളത്ത് നിന്ന് പോയിട്ട്. ശ്രദ്ധിക്കൂ, മറയൂർ പോലുള്ളൊരു പഞ്ചായത്ത് 2000-ലധികം വോട്ട് കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടേണ്ട ഒരു പഞ്ചായത്താണത്. അത് ഓരോ വർഷം ചെല്ലുന്നതോറും കുറഞ്ഞു വരികയാണ്. സത്യത്തിൽ ആരുടെ കുഴപ്പമാണ് ഈ പഞ്ചായത്തിൽ ഇങ്ങനെ കോൺഗ്രസ് വോട്ടുകൾ കുറയുന്നത്? അല്ലാതെ ചില ഘട്ടങ്ങളിൽ, അതാണ് പറഞ്ഞത്, ചില തെരഞ്ഞെടുപ്പുകളിൽ കയറിയും ഇറങ്ങിയും ഒക്കെയുള്ള ചില രാഷ്ട്രീയം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇടുക്കി അസംബ്ലി നിയോജകമണ്ഡലത്തിൽ, ഇടുക്കി ജില്ലയിൽ തന്നെ ആകെ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ 1300ഓളം ജനപ്രതിനിധികളാണ് തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചത്. അതിൽ 600-ലധികം ആളുകൾ ഐക്യജനാധിപത്യത്തിൻ്റെ ജനപ്രതിനിധികളാണ്. 400-നടുത്തുള്ള 347ഓളം ആളുകൾ മാത്രമാണ് LDFിൻ്റെ ജനപ്രതിനിധികളായിട്ടുള്ളത്. അങ്ങനെ LDF ജനപ്രതിനിധികൾ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും മറിച്ച് UDFിന് അനുകൂലമായ ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് രംഗത്ത് അതേ ഫോട്ടോസ്റ്റാറ്റ് ആയിരിക്കണമെന്നില്ല അടുത്ത ഘട്ടത്തിലുണ്ടാകുക. ഇവിടെ മുഖ്യമായും UDF ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് LDF സർക്കാരിൻ്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങളും ജില്ലയിലെ കർഷക ജനതയുടെ വലിയ ആശങ്കയും അതാണ് പ്രചരണ വിഷയമാക്കിയത്. ഈ കാന്തല്ലൂർ, വട്ടവട, ചിന്നക്കനാൽ, അങ്ങനെയൊക്കെ അറിയാവുന്ന പോലെ ദേവികുളം, മൂന്നാർ, ഇടമലക്കുടി, ഇത്രയും പഞ്ചായത്തുകളിൽ നിർണായകമായ ലീഡോടെയാണ് LDF നിന്ന്. ഇത് DCC നേതൃത്വം പരിശോധിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് അത്തരത്തിൽ ഇവിടെ നിന്നല്ല എവിടെയെങ്കിലും ചൂണ്ടിക്കാട്ടിയല്ലോ, ചില ബൂത്തുകളിൽ പോലും UDF പിന്നോക്കം പോയിട്ടുണ്ട്. ദേവികുളത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ടതാണെങ്കിലും ദേവികുളം പോലുള്ള പ്രദേശങ്ങളിലാണെങ്കിലും UDF പിന്നിൽ പോയിട്ടുള്ള സ്ഥലങ്ങൾ പാർട്ടി നേതൃത്വം ഗൗരവപൂർവ്വം പരിശോധിക്കും. അതൊക്കെ അതിൻ്റേതായ സംവിധാനം പാർട്ടിക്കുണ്ട്. പാർട്ടി അത് പരിശോധിക്കുമെന്ന്. തോട്ടം മേഖലയിൽ നിർണായകമായ വീഴ്ച UDFന് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ഫലം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ. അത് തോട്ടം മേഖലയിൽ ഉണ്ടായിട്ടുള്ള വീഴ്ച, അത്തരത്തിലുള്ള കുറവ് ഉണ്ടായിട്ടുള്ള കാര്യം എന്താണെന്ന് കൃത്യമായി പരിശോധന വിധേയമാക്കാൻ പാർട്ടിക്ക് ആവശ്യമായ സംവിധാനമാണ്. തോട്ടം മേഖല മാത്രമല്ല, അത് കേരളത്തിലാണെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകും. എവിടെയൊക്കെ UDF പിന്നോക്കം പോയിട്ടുണ്ടോ ആ പിന്നോക്കം പോയിട്ടുള്ള സ്ഥലങ്ങൾ, ബൂത്താണേലും പഞ്ചായത്താണെങ്കിലും ജില്ലയാണെങ്കിലും അതെടുത്ത് പരിശോധിച്ച് അവിടെ വേണ്ടി വരുന്ന സംവിധാനം എന്താണോ അത് പാർട്ടി ഉണ്ടാക്കും. 8 സീറ്റ് കൊടുത്തു. അതിലൊരു സീറ്റ് നമ്മൾ ഇടുക്കി പലപ്പോഴും ഈ UDF പിടിച്ചു വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിനകത്ത് ഇതിലേക്ക് കടക്കുന്നില്ല, അവർക്കും പരാതിയില്ല. 8 സീറ്റിൽ മത്സരിച്ച ഒരു പാർട്ടി ഘടകകക്ഷി 7 സീറ്റിലും ജയിച്ചിരിക്കുന്നു. ഇടുക്കിയിൽ നിന്നൊരു മന്ത്രി അവർക്കുണ്ടാവും. അതൊക്കെ വലിയ കാര്യമല്ലേ? ഇത് അല്ല, KPCC നേതൃത്വത്തിനും അപ്പുറം UDF സംസ്ഥാന നേതൃത്വവും കോൺഗ്രസ് ഹൈക്കമാൻഡും എടുക്കുന്ന തീരുമാനം കോൺഗ്രസ് നേതൃത്വം ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. ജില്ലയിൽ നിന്ന് മന്ത്രി ഉണ്ടാകണമെന്ന ആഗ്രഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ, ഇടപെടലുകൾ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയം. വലിയ വിജയമാണ് UDFന് കേരളത്തിലുണ്ടായത്. 102 സീറ്റ്, 100-ലധികം സീറ്റ് കിട്ടുമെന്നുള്ള VD സതീശൻ്റെ വലിയ പ്രതീക്ഷ, ജനങ്ങൾക്ക് കൊടുത്ത ആത്മവിശ്വാസം, ജനങ്ങളോടൊപ്പം നിന്ന ഒരു നേതാവിൻ്റെ വലിയ ചലനാത്മകത, ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരുന്നു. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ തഴയപ്പെടുന്നത്? തഴയപ്പെട്ടു എന്നാരാ പറഞ്ഞത്? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അല്ലേ? ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇതുവരെ പറയാത്തൊരു കാര്യം നമ്മൾ ആലോചിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് കോൺഗ്രസിന് അതിൻ്റെതായ സിസ്റ്റമുണ്ട്. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ സ്വീകാര്യതയും അടിമാലിയിലെ കോൺക്ലേവും പൊതുയാത്രയിൽ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളും അടക്കം ജനങ്ങളിൽ ഉണ്ടാക്കിയൊരു വലിയ ചലനവും തരംഗവും ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടി ആ ഗൗരവപൂർവ്വം പരിശോധിച്ച് എന്നേക്കാളൊക്കെ എത്രയോ മുകളിലുള്ള സംവിധാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്. കോൺഗ്രസ് നേതൃത്വം ഉചിതമായ തീരുമാനമാണ്. ഞാൻ അതിലേക്ക് അധികം ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാത്തത് ഒന്നാമത് സമയക്കുറവ് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് പ്രക്ഷേപണം ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഏതാണ്ട് മുഖ്യമന്ത്രി ആയി കഴിയും.
അപ്പോഴേക്കും തീർച്ചയായിട്ടും അതിൽ വലിയൊരു പ്രസക്തി ഇല്ലല്ലോ എന്ന് വിചാരിച്ചാണ്. ഇപ്പോഴാണ് അതിന് പ്രസക്തിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അത് പോകട്ടെ, ഈ ഇടതുപക്ഷത്തിൻ്റെ പരാജയം ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചിരിക്കുമോ ഇത്ര വലിയൊരു ആഘാതം? അവരൊരിക്കലും പ്രതീക്ഷിച്ചാലും അവരവസാനം വരെ സമ്മതിക്കില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ജില്ലയിലുണ്ടായിട്ടുള്ള വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, കർഷക പ്രക്ഷോഭങ്ങളുണ്ടായി. ആ കർഷക പ്രക്ഷോഭങ്ങളുണ്ടായപ്പം നിരവധി രാഷ്ട്രീയതര സംഘടനകൾ ആ പ്രക്ഷോഭ രംഗത്തുണ്ടായിരുന്നു. അവരോടൊക്കെ സ്വീകരിച്ച സമീപനം എന്താ? ധാർഷ്ട്യം, വെല്ലുവിളി, പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ലെന്നുള്ള പ്രഖ്യാപനം. ഇതൊക്കെ നാട്ടിലെ സാധാരണ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്, ജില്ലയിലെ ജനങ്ങൾ അവരുടെ ഒരു കടുത്ത അമർഷവും പ്രതിഷേധവും ജില്ലയിലെ LDF നേതൃത്വം എടുത്തിട്ടുള്ള നിലപാടുകൾക്കെതിരെയുള്ള വലിയ ഒരു പ്രതിഷേധത്തിൻ്റെ അണപൊട്ടി ഒഴുകൽ കൂടിയായിരുന്നു ജില്ലയിലെ UDFൻ്റെ വിജയം. ഫോറസ്റ്റുകാരെ നിലയ്ക്ക് നിർത്തും എന്ന് പറയുന്ന ഒരു വലിയ പ്രതീക്ഷ, വലിയൊരു ഒരു ഒരു പ്രസ്താവന, വലിയ പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ ഇടുക്കിയിലെ ജനങ്ങൾ കേട്ടത്. അത് റോയ് കെ പൗലോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതായിരുന്നു. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തോട് ജനത്തിന് മൊത്തത്തിലുള്ള വിരോധമൊന്നുമല്ല, നേരെ മറിച്ച് ജനം വല്ലാതെ അസ്വസ്ഥരാണ്. കാരണം ഇവിടുത്തെ നിർമ്മാണങ്ങൾ നിരോധനം മാത്രമല്ല, മൊത്തത്തിൽ ഇടുക്കിയെ ഫോറസ്റ്റായി പ്രഖ്യാപിച്ചേക്കുമോ? ഇവിടെ വന്യജീവികൾ അരങ്ങ് തകർത്ത് വാഴുമോ? മനുഷ്യൻ ഇവിടുന്ന് അനധികൃതമായി കുടിയിറക്കപ്പെടുമോ എന്ന ആശങ്കയൊക്കെ ജനത്തിനുണ്ട്. വല്ലാത്ത ആശങ്കയാണത്. ഇവിടുത്തെ റോഡുകൾ, NHൻ്റെ റോഡ് പണി തീരാതെ നേര്യമംഗലം മുതൽ വാളറ വരെ കിടക്കുന്നു, ബാക്കിയുള്ള പണികൾ നടക്കുന്നു. ഇതൊക്കെ ജനങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കാര്യത്തിൽ ഇവിടെ നിന്ന് ജയിച്ച കോൺഗ്രസ് MLA മാർ അല്ലെങ്കിൽ UDF MLA മാർ, അങ്ങനെ പറയുന്നതാണല്ലോ കൂടുതൽ ശരി, അവർ ഈ കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കുമോ? വഹിച്ചില്ലെങ്കിൽ DCC അങ്ങ് ഉൾപ്പെടെയുള്ള നേതൃത്വം അതിൻ്റെ പിന്നിലുണ്ടാവില്ലേ? ജില്ലയിലെ UDFൻ്റെയും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും ആഗ്രഹം ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം ജനങ്ങൾക്ക് അനുകൂലമായി പരിഹരിക്കപ്പെടണമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചല്ലോ, ജില്ലയിലെ UDFൻ്റെ പൊതുയാത്രയിൽ നടന്ന വലിയ മഹാസമ്മേളനങ്ങളിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഖ്യാപനം, ആനച്ചാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വനമേഖലയാക്കി പ്രഖ്യാപിക്കപ്പെട്ടുള്ള വനം വകുപ്പിന് ഉത്തരവിനെതിരെ ഉണ്ടായിട്ടുള്ള ചർച്ചകൾ, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP അടിമാലിയിൽ സംഘടിപ്പിച്ച വലിയ കർഷക കോൺക്ലേവ്, ആ കർഷക കോൺക്ലേവിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ്റെ പ്രഖ്യാപനം, അത് ജനങ്ങളിൽ വലിയ പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. ജില്ലയിലെ ഐക്യജനാധിപത്യങ്ങളുടെ MLA മാർ ഒരു മനസ്സോടെ നിന്ന് ജില്ലയിലെ കർഷക ജനതയുടെ ആശങ്ക ദൂരീകരിക്കുന്നതിനാവശ്യമായ ശക്തമായ ഇടപെടൽ നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും അത് പ്രതീക്ഷിക്കണം എന്നാണ്. കാരണം ജനങ്ങൾ ആ ഒരൊറ്റ കാര്യത്തിൽ നിരാശരാണ്. പ്രത്യേകിച്ച് ഇടുക്കിയിലെ ജനങ്ങൾ ഒട്ടേറെ ഭൂപ്രശ്നങ്ങളിലൂടെ അവർ വീട് വയ്ക്കാൻ അവർക്ക് പെർമിറ്റ് കിട്ടാത്തതിലൂടെ, അവർക്ക് വേണ്ടത്ര മണൽ, കല്ല് എന്നൊക്കെ ആ സാമഗ്രികൾ, അതുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ വളരെ അകലെ നിന്ന് കൊണ്ടുവരേണ്ട ഗതികേട്, അതിനുള്ള ചെലവ്, ഇതെല്ലാം വലിയ വലിയ പ്രശ്നങ്ങളാണ്. അതൊക്കെ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് പരിഹരിക്കുമെന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ? UDF ജനപക്ഷത്താണ് എന്ന് ഇടുക്കിയിലെയും കേരളത്തിലെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞതിൻ്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ടായ അഭൂതപൂർവമായ വിജയം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടുക്കിയിലെ ജനതയോട് ഐക്യജനാധിപത്യ മുന്നണി കടപ്പെട്ടിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് വിജയം ഉജ്ജ്വലമാക്കി മാറ്റുന്നതിന് വേണ്ടി വിശ്രമമില്ലാതെ പ്രവർത്തിച്ച ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും പ്രത്യേകം അവരെ നന്ദിപൂർവ്വം അനുസ്മരിക്കുക. അവസാനമായി അങ്ങോട്ടൊരു ചോദ്യം, സമയത്തിൻ്റെ കുറവുകൊണ്ടാണ്, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം അവസാനിക്കുകയാണ്. അവസാനമായി, നമുക്ക് 102 പേരാണ് UDFന് വേണ്ടി കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ 63 പേർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികളാണ്. ഈ 63 പേരും വേണമെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണ്. പക്ഷെ അതിൽ പരമയോഗ്യരായ ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. 2 or 3 പേരൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളത് തെറ്റൊന്നുമല്ല. ഒരു ജനാധിപത്യ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭൂഷണം തന്നെയാണ്. ആ ചർച്ച വരുന്നത് നല്ലതാണ്. പക്ഷേ അതിനപ്പുറത്ത് MLA അല്ലാത്ത ഒരാൾ
ഇവിടെ മുഖ്യമന്ത്രിയാകാൻ ഇറങ്ങി വരുന്നു എന്നുള്ളത് അധാർമികവും അനീതിയുമാണെന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ അതിന് തെറ്റു പറയാനാവുമോ? ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളുള്ളവരാണ്. അത് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാത്രമല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ആരാവണം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആരാവണം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാവണം, അസംബ്ലിയിൽ സ്ഥാനാർത്ഥി ആരാവണം, പാർലമെൻറ്റിൽ സ്ഥാനാർത്ഥി ആരാവണം എന്നൊക്കെ അഭിപ്രായമുള്ളവരാണ്. ജനങ്ങളുടെ കൂടി അഭിപ്രായത്തിന് ഹിതകരമായ നിലയിൽ കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം ഉണർന്ന് തീരുമാനങ്ങളെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ നന്ദിയുണ്ട്. Thank you. ഇവിടെ വരെ വരികയും ഇവരെ വിജയത്തെ, UDFന്റെ അസാമാന്യമായ വിജയത്തെ വിലയിരുത്തി സംസാരിക്കുകയും ചെയ്തത്. താങ്ക് യു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായ വിജയം ഇടുക്കിയിലും UDF ആവർത്തിച്ചു. സത്യത്തിൽ ആരായിരുന്നു ഈ വിജയത്തിന് പിന്നിൽ? ചർച്ച ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ഭരണവിരുദ്ധ വികാരമായിരുന്നുവോ അതോ ഇടുക്കിക്കാർ നേരിട്ട വലിയ ഭൂപ്രശ്നങ്ങളായിരുന്നുവോ? നന്ദി, നമസ്കാരം.